തളർന്നുപോയ മനുഷ്യരെ ചേർത്തുപിടിക്കാൻ നാം ഓരോരുത്തർക്കും ബാധ്യതയും ഉത്തരവാദിത്വവുമുണ്ടെന്ന ഓർമ്മപ്പെടുത്തലുമായി മറ്റൊരു പാലിയേറ്റീവ് ദിനം കൂടി കടന്നുപോകുകയാണ്. ലോക പാലിയേറ്റീവ് ദിനത്തോടനുബന്ധിച്ചാണ് പാലിയേറ്റീവ് കൂട്ടായ്മയ്ക്ക് പ്രവർത്തനധനം ശേഖരിക്കുന്നതിന് വളാഞ്ചേരി നഗരസഭാ അധ്യക്ഷ തന്നെ നേരിട്ടിറങ്ങിയത്. വളാഞ്ചേരി പെയിൻ ആൻഡ് പാലിയേറ്റീവിനായി ധനസമാഹരണം നടത്തുന്നതിനാണ് നഗരസഭാ അധ്യക്ഷ ഹസീന വട്ടോളി തെരുവിലിറങ്ങിയത്. വളാഞ്ചേരിയിലും പരിസര പ്രദേശങ്ങളിലുമായിരുന്നു അധ്യക്ഷയുടെ നേതൃത്വത്തിലുള്ള വിഭവ സമാഹരണം. സമഗ്രമായ പാലിയേറ്റീവ് കെയറിന്റെ പരിചരണം അയൽപക്ക കൂട്ടായ്മകളിലൂടെ എന്നുള്ളതാണ്. അതായത് നാട്ടിലെ കുറച്ച് പാലിയേറ്റീവ് വളണ്ടിയർമാരും അല്ലെങ്കിൽ അതിൻ്റെ ക്ലിനിക്കും സൊസൈറ്റിയും മാത്രം പോരാ, പൊതുസമൂഹമാകെ ഇറങ്ങി തിരിച്ചുകൊണ്ട് കിടക്കുന്ന മനുഷ്യരെ, പ്രയാസമനുഭവിക്കുന്ന മനുഷ്യരെ ചേർത്ത് പിടിക്കാൻ ആവശ്യമായ സംവിധാനത്തിലേക്ക് പാലിയേറ്റീവ് കെയർ വരണം. അതിൻ്റെ ഭാഗമായിക്കൊണ്ട് എല്ലാ കലാലയങ്ങളിൽ, അതുപോലെ തന്നെ ടൗണുകളിൽ, മറ്റെല്ലാ മേഖലകളിലും തന്നെ വിപുലമായ അതിൻ്റെ ക്യാമ്പയിനും അതോടൊപ്പം തന്നെ വിഭവ സമാഹരണവും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളെ വീട്ടിൽ ഭക്ഷണം ഉണ്ടാക്കിയില്ലെങ്കിലും പാലിയേറ്റീവ് കെയറിന് പൈസ കൊടുക്കാൻ സദാ സന്നദ്ധരായിരിക്കുന്ന ഒരുപാട് മനുഷ്യ സ്നേഹികളെയാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. നമുക്കറിയാം, വളാഞ്ചേരി പാലിയേറ്റീവ് കെയർ ഇന്നലെ ഇന്നുമായിക്കൊണ്ട് നമ്മുടെ എംപയർ കോളേജിലെയും മർക്കസ് കോളേജിലെയൊക്കെ തന്നെ വിദ്യാർത്ഥികളുണ്ട്, ജനപ്രതിനിധികളുണ്ട്. നമ്മുടെ ചെയർപേഴ്സൺ നേതൃത്വം തന്നെ നല്ല വിപുലമായിട്ടുള്ള ടീം ഇന്ന് വളാഞ്ചേരിയിൽ ക്യാമ്പയിൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. സമഗ്ര പാലിയേറ്റീവ് പരിചരണം അയൽപ്പക്ക കൂട്ടായ്മകളിലൂടെ എന്നതാണ് ഈ വർഷത്തെ പാലിയേറ്റീവ് ദിന സന്ദേശം. നഗരസഭയുടെയും ഒപ്പം നിരവധി സന്നദ്ധ സംഘടനകളുടെയും നേതൃത്വത്തിൽ പാലിയേറ്റീവ് കൂട്ടായ്മയ്ക്ക് വേണ്ടിയുള്ള വിഭവ സമാഹരണം നടക്കാറുണ്ട്. ഇതിന്റെ ഭാഗമായാണ് വിദ്യാർത്ഥികൾ, ജനപ്രതിനിധികൾ, ചെയർപേഴ്സൺ ഉൾപ്പെടുന്ന വിപുലമായ സംഘം വളാഞ്ചേരിയിൽ ക്യാമ്പയിൻ നടത്തിയത്. സാമ്പത്തിക സമാഹരണത്തിനപ്പുറം പാലിയേറ്റീവ് കൂട്ടായ്മയിലേക്ക് ആളുകളെ അണിചേർക്കുക എന്നതും ഈ ക്യാമ്പയിനിന്റെ ലക്ഷ്യമാണ്. വരും ദിവസങ്ങളിലും വിഭവ സമാഹരണ ക്യാമ്പയിൻ തുടരുമെന്ന് നഗരസഭാധ്യക്ഷ അടക്കമുള്ളവർ വ്യക്തമാക്കി. പാലിയേറ്റീവ് കൂട്ടായ്മയ്ക്കൊപ്പം നിന്ന് ആവശ്യമായ സഹായങ്ങൾ ചെയ്തു കൊടുക്കണമെന്നും അവർ അഭ്യർത്ഥിച്ചു. ഈ ചാനൽ ന്യൂസ്, വളാഞ്ചേരി. BSc ഒപ്റ്റോമെട്രി ഒരു പ്രൊഫഷണൽ കോഴ്സാണ്. ഇതൊരു പ്രാക്ടിക്കൽ ഓറിയന്റഡ് കോഴ്സും കൂടിയാണ്. ക്ലാസ്സിൽ പഠിക്കുന്നതിനേക്കാൾ ക്ലിനിക്കൽ എക്സ്പോഷർ കൂടുതൽ വേണ്ടൊരു മേഖലയും കൂടിയാണ്. അൽസലാമ ഐ ഹോസ്പിറ്റലിൽ ആവശ്യത്തിലധികം ക്ലിനിക്കൽ എക്സ്പോഷർ നമുക്ക് ലഭിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വേഗത്തിൽ പഠിക്കാൻ പറ്റുന്നു, എല്ലാം മനസ്സിലാക്കാനും പറ്റുന്നു. We are very happy to be the part of Al Salama Optometry College.